നിയന്ത്രണ രേഖ കടന്ന് നുഴഞ്ഞു കയറിയ പാകിസ്ഥാൻ വനിത അറസ്റ്റിൽ. ജെയ്ഷെയുമായി ബന്ധമുണ്ടോ എന്ന് സംശയങ്ങളും ഉയരുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭീകരാക്രമണങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉചിതമായ മറുപടി നൽകിയതിനു ശേഷം പാകിസ്ഥാനെ അത് ഭയപ്പെടുത്തുകയാണ് ചെയ്തത്. മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയ ഇന്ത്യയുടെ പ്രതിരോധ സേനയുടെ കരുത്തിനെ കുറിച്ച് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ആ സാഹചര്യം നിലനിൽക്കെ ഇന്ത്യക്കെതിരെ പണിയാൻ പല ശ്രമങ്ങളും പാകിസ്ഥാൻ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ശക്തമായ തിരിച്ചടികൾ കൃത്യസമയത്ത് സൈന്യം നൽകുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നിലവിലെ പാക് വനിതയുടെ അറസ്റ്റ്. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. പാക് അധിനിവേശ കാശ്മീരിൽ നിന്നും ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഒരു പാകിസ്ഥാൻ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗവുമായുള്ള ബന്ധത്തെക്കുറിച്ച് രഹസ്യ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. അതിർത്തിയിൽ അസാധാരണമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പൂഞ്ചിലെ മെന്താർ സബ് ഡിവിഷനിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഷഹനാസ് അക്തർ എന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ സൈനിക നിരീക്ഷണ ഉപകരണങ്ങൾ വഴിയാണ് അവർ പിടിയിലായത്. പാക് അധീന കാശ്മീരിലെ കോട്ലി ജില്ലയിലെ ഗിമ്മ ഗ്രാമത്തിൽ താമസിക്കുന്നയാളാണ് ഷഹനാസ് അക്തർ. നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തുന്നതിന് മുൻപ് ഷഹനാസ് പാക് അധീന കാശ്മീരിലെ ഒരു പാകിസ്ഥാൻ സൈനിക പോസ്റ്റിന് സമീപമാണ് താമസിച്ചിരുന്നതെന്ന് പ്രാഥമിക കണ്ടെത്തലുകൾ പറയുന്നുണ്ട്. സ്രോതസ്സുകൾ പ്രകാരം നിയന്ത്രണ രേഖയിലേക്ക് അയക്കുന്നതിന് മുൻപ് പാകിസ്ഥാൻ സൈന്യം അവർക്ക് പ്രഭാത ഭക്ഷണം നൽകി. അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് സെഹർ എന്ന വ്യക്തി അവർക്ക് 1000 രൂപ നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്ത്രീകൾ ഭീകര സംഘടനയിൽ ചേർന്നിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിന്റെ വൈറൽ ഓഡിയോ സന്ദേശം പുറത്തുവന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഷഹനാസിന്റെ നുഴഞ്ഞുകയറ്റ ശ്രമത്തിന് ജെയ്ഷെയുടെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മൊമിനാത്തുമായി ബന്ധമുണ്ടോ എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അവളെ തടഞ്ഞു നിർത്തിയ ഉടൻ തന്നെ ഷഹനാസിനെ കസ്റ്റഡിയിലെടുത്ത് ഒരു സൈനിക ക്യാമ്പിലേക്ക് മാറ്റി. അവളുടെ ഉദ്ദേശ്യം, പശ്ചാത്തലം, സാധ്യമായ തീവ്രവാദ ബന്ധങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിന്റെയും വനിതാ പോലീസിന്റെയും സംയുക്ത സംഘം നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം പാകിസ്ഥാന്റെ ആണവ ഭീഷണികളെ പൊളിച്ചെഴുതിക്കൊണ്ട് കേന്ദ്രമന്ത്രി അമിത്ഷാ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ആറ്റം ബോംബുകൾ ഉണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നവർ നമ്മൾ ഭയപ്പെടുമെന്ന് കരുതി. എന്നാൽ നമ്മുടെ സൈന്യവും നാവികസേനയും വ്യോമസേനയും അവർക്ക് വളരെ ഉചിതമായ മറുപടി നൽകി. ലോകം മുഴുവൻ നമ്മുടെ സൈന്യത്തിന്റെ ക്ഷമയെയും പ്രധാനമന്ത്രി മോദിയുടെ ദൃഢനിശ്ചയമുള്ള നേതൃത്വത്തെയും പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായാണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനുള്ളിൽ 100 കിലോമീറ്റർ ആക്രമണം നടത്തി ഭീകര ക്യാമ്പുകൾ തകർത്തത് എന്ന വസ്തുതയും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.